ശരിക്കും ഇത് എനിക്കൊന്ന് ഇതിപ്പം യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമില്ല. ഇതിപ്പോൾ എന്തായിരിക്കും അനിൽകുമാർ? കാരണം കേരളം പോലൊരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അപകടം ഒരുപാട് സാധനം, ഒരു 80% സാധനം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിലക്കയറ്റം നമ്മളെ വല്ലാതെ ബാധിക്കും. ഇത് യഥാർത്ഥത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒന്ന്, അമേരിക്ക ലോകമെമ്പാടുമുള്ള എണ്ണയുടെ കുത്തക ഏറ്റെടുക്കാൻ വേണ്ടി നടത്തുന്ന അധിനിവേശമാണ് യഥാർത്ഥ പ്രശ്നം. അത് മറച്ചു വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ വിഷയത്തെ കാണരുത് എന്നുള്ളതാണ്. ശരിക്കും ട്രേഡ് വാറാണ് അല്ലേ? കൃത്യമായി അമേരിക്കയ്ക്ക് ലോക മേധാവിത്വം വേണം. അതിനൊന്നാമതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണ എവിടെയുണ്ടോ അവിടെയാണ് അവരുടെ ഫൈറ്റിംഗ് പോയിന്റ്. അതുകൊണ്ട് എണ്ണയുള്ള ഇടങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അത് വെനിസ്വല അതാണ്, ഇപ്പം ഇറാനും അതാണ്. അതൊന്ന്, അതിനെ ജാതിമത ഭേദത്തിൽ കാണേണ്ട കാര്യമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോളർ. ഒരു വീപ്പ എണ്ണയ്ക്ക് എത്രയാണ് വില? ആ ഡോളറിൻ്റെ വില ഇന്ത്യൻ രൂപയുമായിട്ട് നോക്കുമ്പോൾ കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എണ്ണ വിലയെ അത് ബാധിക്കുകയാണ്, നമ്മൾ ഇരട്ടിയാഘാതമാണ്. ഒന്ന്, എണ്ണയുടെ ലഭ്യത കുറയുന്നു. 2, മറ്റൊരാഘാതമാണ് ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയ മൂല്യം. ആ മാറ്റം വരുന്നത് ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി 91-ൽ വന്ന മാറ്റമാണ്. അതുവരെ ഒരു സംവിധാനം ഡോളർ രൂപ എന്ന് പറയുന്നതിലെ ഈ വിനിമയ മൂല്യം എല്ലാ ദിവസവും മാറുന്ന നിലയില്ല. ഇപ്പം എല്ലാ ദിവസവും മാറി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുമോ? ലോകത്ത് കിട്ടും. ഇറാനിൽ നിന്ന് കിട്ടും, ഇല്ല റഷ്യയിൽ നിന്ന് കിട്ടും. വാങ്ങിക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല. 47 ആഗസ്റ്റ് 15 ലഭിച്ച സ്വാതന്ത്ര്യം ഇന്ന് നമുക്കില്ല. ഇതാണ് 3 അടിസ്ഥാന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളിൽ ഈ രാജ്യം സ്വതന്ത്രമല്ലാതായി തീർന്നു, ഇന്ത്യൻ പൗരന്മാർ സ്വതന്ത്രരല്ലാതായി തീർന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിത ദുരിതം കിടക്കുന്നത്. ആ ദുരിതം എവിടെ പൊട്ടിത്തെറിച്ചു? നമ്മൾ കേരളത്തിലെ മാന്ദ്യം, കേരളത്തിന്റെ ദുരിതങ്ങളാണ് ഈ കേട്ടത്. ഇതൊന്നുമല്ല ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യയിലെ മനുഷ്യന്റെ മാന്ദ്യം. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മാന്ദ്യം ഏറ്റവും കുറവുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ പൊട്ടിത്തെറിച്ച മനുഷ്യനല്ലേ, മിനിമം കൂലിയിൽ പോലും കിട്ടാത്തടത്താണ് വഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പൊട്ടിത്തെറിച്ചിരിക്കുന്നു. അത് പാറ്റാ വിപ്ലവമായിക്കോട്ടെ, ഉത്തരേന്ത്യയിൽ പാനിപ്പത്തിലൊക്കെ നടന്ന തൊഴിലാളി സമരമായിക്കോട്ടെ. നിങ്ങൾക്ക് ജാതിയും മതവും പറഞ്ഞ് ലവ് ജിഹാദും പശുവിൻ്റെ കാര്യവും പറഞ്ഞ് അധികകാലം നാട്ടുകാരെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്താൻ പറ്റത്തില്ല. അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. പൊട്ടിത്തെറിക്കുക.